വനിതകൾക്ക് ബസ്സുകളിലെ സൗജന്യ പ്രഖ്യാപനം വരുമ്പോൾ കടുത്ത ആശങ്കയിലാണ് സ്വകാര്യ ബസ് മേഖല. കാരണം അവരെ സംബന്ധിച്ച് ഈ ആശങ്കയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. ഇതിൽ തങ്ങളുടെ വരുമാനം പൂർണ്ണമായി തന്നെ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. വരുമാന നഷ്ടം 50% വരുമാന നഷ്ടമെന്നാണ് അവർ പറയുന്നത്. സ്വകാര്യ മേഖലയിലെ യാത്രക്കാരിൽ 65 മുതൽ 70% വരെ സ്ത്രീകളാണ്. 50% വരെ വരുമാന നഷ്ടം ഉണ്ടാവാം. ഇതുവരെ സർക്കാർ ഇവരുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയും സഹായ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടില്ല. വരുമാന നഷ്ടം സർക്കാർ പരിഹരിക്കണമെന്നാണ് ഇവർ വാദിക്കുന്നത്. ഇന്ന് ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത് സ്വകാര്യ മേഖലയും കൂടി ചേർത്ത് നിർത്തുമെന്നാണ്. പക്ഷേ ഇതെങ്ങനെ കഴിയുമെന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. എന്തായാലും കടുത്ത ആശങ്ക സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുടെ ഈ ആശങ്ക എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്ത് മലബാർ, പ്രത്യേകിച്ച് എറണാകുളം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ജില്ലകളിൽ ഏറ്റവും പ്രധാനം സ്വകാര്യ ബസ് സർവീസുകളാണ് അവർ നിർണായകം. അതുകൊണ്ട് തന്നെ ആ ജില്ലകളിലെ ബസ് സർവീസുകളെ കൂടി എങ്ങനെ ചേർത്ത് നിർത്തുമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വരുമാന നഷ്ടം സ്വകാര്യ മേഖലയ്ക്കുണ്ടായാൽ അതിലെങ്ങനെ പരിഹാരമുണ്ടാകും? വനിതകൾ കൂട്ടത്തോടെ KSRTC ബസ്സുകളിലേക്ക് മാറിയാൽ അപ്പോൾ സ്വകാര്യ മേഖലയിലും പ്രതിസന്ധി ഉണ്ടാകും. അതാണ് അവരിൽ ഉണ്ടാക്കുന്ന ആശങ്കയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം. അതിനെന്ത് പരിഹാരമുണ്ടാകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സർക്കാർ ഇതിൽ ഇവരെ ചേർത്ത് നിർത്തുമെന്ന അവകാശവാദം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി ശ്രീ ഗോപിനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ പലവട്ടം പല ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറയുന്നു നിങ്ങളെയും കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്ന്. നിങ്ങളുടെ വരുമാന നഷ്ടം എത്ര കണ്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം യാത്രക്കാരും സ്ത്രീകളാണ്. നമ്മളൊരു 60% യാത്രക്കാരെങ്കിലും സ്ത്രീകളുണ്ടാവും. നമ്മൾ വിട്ട് 50% സ്ത്രീകളും സ്ത്രീ യാത്രക്കാരും നമ്മുടെ ഒഴിവായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കളക്ഷനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരും. അപ്പൊ നമുക്ക് ഒരു 5000 രൂപയിൽ മുകളിൽ ഒരു ദിവസം നമ്മുടെ വരുമാനത്തിൽ കുറവുണ്ടാവും. മൊത്തം യാത്രക്കാരുടെ ഈ സ്ത്രീ യാത്രക്കാരുടെ കുറവ് വന്നാലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനുള്ള പണം പോലും തികയാത്തൊരു സ്ഥിതി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കേട്ടു. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഈ ബഡ്ജറ്റിൽ 19-ാം തീയതിയിലത്തെ ബഡ്ജറ്റിൽ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുന്നതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ്. എന്തായാലും ഞങ്ങള് ഈ നിലവിലെ ഈ സാഹചര്യത്തിൽ KSRTC വനിതകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് ബസ് സർവീസ് ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ നിലനിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് അഭ്യർത്ഥിക്കാനുള്ള ഒന്നുമില്ലെങ്കിൽ ഗവൺമെന്റ് ഞങ്ങളുടെ ഈ ബസ്സുകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുക. ഞങ്ങൾക്ക് ഒരു കിലോമീറ്ററിന് ഒരു മിനിമം വാടക വെച്ച് ഞങ്ങളെ ഏൽപ്പിക്കും. വാടക തന്ന് ഞങ്ങളെ ഓടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഗവൺമെന്റ് ഇതിന് കണ്ടെത്തിയേ പറ്റൂ. ഇത് എന്തായാലും സർക്കാർ പദ്ധതിയായിട്ട് മുന്നോട്ടാണ്. നിലവിൽ തന്നെ ഈ സ്വകാര്യ ബസ് മേഖല പൊതുവിൽ പ്രതിസന്ധികൾ നിരവധിയുണ്ടല്ലോ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ പരിഗണനയിലുമുണ്ട്. അതിനിടയിലാണ് ഈ പുതിയ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ഈ വരുമാന നഷ്ടത്തിന് എന്താണ് നിങ്ങൾ ഒന്നുകിൽ സർക്കാർ സർവീസുകൾ ഏറ്റെടുക്കുക, അത് പ്രായോഗികമാണോ സംശയകരമാണ്? അതിനപ്പുറം ഒരു പാക്കേജ് പ്രഖ്യാപിക്കപ്പോലെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുമോ? അല്ല, ഞങ്ങള് KSRTC ഞങ്ങളും ഒരേ സേവനങ്ങളാണ് ചെയ്യുന്നത്. KSRTC ചെയ്യുന്ന ഞങ്ങളെക്കാൾ ഒരു അധിക സേവനവും KSRTC നമ്മൾ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ KSRTCക്ക് സർക്കാർ സഹായ സേവനങ്ങൾ ചെയ്യുന്ന കണക്കുകളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തതാണ്. അപ്പൊ KSRTC കൊടുക്കും. ഞങ്ങളും അതേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോളൂ, ഞങ്ങളാണ് ഇവിടുത്തെ 75%-ലധികം യാത്രക്കാരുടെ യാത്രാവശ്യങ്ങൾ നിറവേറ്റുന്നവരും ഞങ്ങളാണ്. അപ്പൊ ഞങ്ങളെ നിലനിർത്തിയില്ലെങ്കിൽ KSRTCക്ക് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണ യാത്രക്കാരുടെ യാത്രാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. അപ്പൊ ഞങ്ങളെയും കൂടി മുഖബലിക്ക് എടുത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പോകുന്ന പൊതുഗതാഗതത്തിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ആദ്യം ഗവൺമെന്റ് പരിഗണിക്കേണ്ടത്. അപ്പൊ പൊതുഗതാഗതത്തിൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ ഒരുക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയും കൂടി സർക്കാർ ഏറ്റെടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് മാത്രമല്ല കാശ് കൊടുത്തു പോലും യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥിതി വരും. കാരണം ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും കഴിയാത്തൊരു സ്ഥിതി വന്നാൽ ഞങ്ങളുടെ ബസ്സുകൾ നിന്നു പോകും. അപ്പൊ ഞങ്ങളുടെ ബസ്സുകൾ നിന്നുപോയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 80% വരുന്ന ബസ് യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതെയാവും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഒരു പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റ് പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളിത് ഏറ്റെടുക്കാനൊന്നും പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഗവൺമെന്റ് KSRTC മറ്റൊരു ബാധ്യതയിൽ വരാത്ത തരത്തിൽ ഞങ്ങളുടെ ബസ്സുകൾക്ക് ഒരു
വാടക നിശ്ചയിക്കുക, കിലോമീറ്ററിന് ഒരു വാടക നിശ്ചയിക്കുക, ഏറ്റെടുക്കൊന്നും വേണ്ട. ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഞങ്ങളുടെ ബസ്സുകൾ ഓടിക്കോളും. ഒരു വാടക നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഞങ്ങൾ KSRTCക്ക് ചെയ്യാൻ കഴിയാത്ത സേവനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് നയ പൈസയുടെ സാമ്പത്തിക ബാധ്യത സർക്കാരിന് വരുന്നില്ല നിലവിലെ സംവിധാനത്തിൽ. അപ്പോ ഞങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമം സർക്കാർ നടത്തിയാൽ അത് ഈ നാട്ടിലെ പൊതുഗതാഗതത്തിന് തകരാറാവുക, നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും സാധാരണ യാത്രക്കാർക്കും ബസ്സുകളില്ലാത്ത സ്ഥിതി വരും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കും, ഒരു പാക്കേജ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കും തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോപിനാഥ്, ഞങ്ങൾ അല്പസമയം മുമ്പ് മലബാർ മേഖലയിലെ KSRTC ബസ്സുകളില്ല എന്നൊരു വിഷയം പരിശോധിക്കുകയായിരുന്നു. മലപ്പുറമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ജില്ല. ആ ജില്ലയിൽ തന്നെ മലപ്പുറത്ത് തന്നെ ഏകദേശം 70% മുകളിൽ സ്വകാര്യ ബസ്സുകളാണ്. ഒരുപക്ഷെ 70-80% സ്വകാര്യ ബസ്സുകൾ തന്നെയാവാം അവിടെ. അപ്പോൾ അവിടെയെല്ലാം KSRTC സർവീസുകൾ വീണ്ടും കൊണ്ടുവന്ന് വനിതകൾക്ക് സൗജന്യം കൊടുക്കുക പ്രായോഗികമല്ല. കാരണം അത് സർക്കാരിനും KSRTCക്കും താങ്ങാൻ കഴിയുന്നതുമായിരിക്കില്ല. അപ്പോൾ നിങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സൗജന്യ പ്രഖ്യാപനം ഒരുപക്ഷെ അവിടെ സാധ്യമാകാൻ അത്തരം എന്തെങ്കിലും സൊല്യൂഷനോ നിർദ്ദേശമോ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ? ഞങ്ങളത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടും മറ്റേ ഗതാഗത വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 80% അല്ല, 91% ഞങ്ങളാണ്. 9% KSRTC മലപ്പുറം ജില്ലയിൽ KSRTCയുടെ ഇത് വെറും 89% മാത്രമാണ്. 91% ബസ്സുകൾ ഞങ്ങളാണ് ഓടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെന്റ് ഞങ്ങളെ ചേർത്ത് പിടിച്ചാൽ തന്നെ കഴിയുള്ളൂ. അവിടെ കൂടുതൽ ബസ്സുകളും കൊണ്ടുവരാൻ ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് KSRTCയുടെ 2000-ഓളം ബസ്സുകൾ 15 വർഷത്തിലും പഴക്കമുള്ള ബസ്സുകൾ ഓടാൻ കഴിയില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമം നിലനിൽക്കുമ്പോൾ ഏത് സുപ്രഭാതത്തിലും ആ ബസ്സുകൾ ഒഴിവാക്കേണ്ട സ്ഥിതിയിലേക്ക് KSRTC വന്നാൽ ഇവിടെ ആകെ 3125 ബസ്സിൽ 1100 ബസ് മാത്രമേ ഓർഡിനറി ആയിട്ട് വരുള്ളൂ. അപ്പൊ ഇത് മലബാറിൽ മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ ഈ വിഷയം ഉണ്ടാവും. എന്തായാലും എറണാകുളത്തേക്ക് അപ്പുറം എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലും KSRTC ആണ് 80% സ്വകാര്യ ബസ്സുകളാണ് 80% സർവീസ് നടത്തുന്നത്. അപ്പൊ ഇവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയുടെ മാത്രം കാര്യം വേണ്ടി എടുത്താൽ പോരാ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത് ഏറ്റെടുക്കലോ അല്ലെങ്കിൽ ഞങ്ങൾ അടിക്കുന്ന ഡീസൽ ഞങ്ങളുടെ പ്രവർത്തന ചെലവിൽ 70% വരുന്നത് ഡീസലിന്റെ ചെലവ് മാത്രമാണ്. ഞങ്ങൾ ഡീസൽ അടിക്കുമ്പോൾ സർക്കാരിന് സ്റ്റേറ്റ് ടാക്സ് ഇനത്തിൽ തന്നെ ഒരു ലിറ്റർ ഡീസലും 22 രൂപ 23 രൂപ സർക്കാരിന് ലഭിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാഹന നികുതി, ഞങ്ങൾ വാങ്ങുന്ന ഞങ്ങളുടെ ഇൻഷുറൻസ് ചെലവ്, അത്തരം ഞങ്ങളുടെ ചെലവുകളെ കുറിച്ചൊക്കെ സർക്കാർ പരിഗണിച്ചാൽ ഇപ്പൊ KSRTC ഇൻഷുറൻസ് സർക്കാരാണ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബസ്സുകളും കൂടി ഇൻഷുറൻസ് സർക്കാർ ഏറ്റെടുക്കുക. ഞങ്ങൾ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഞങ്ങൾ മറ്റേ ബസ് സ്റ്റാൻഡ് ഫീസ് കൊടുക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒട്ടനവധി ഞാൻ മനസ്സിലായി, നിങ്ങളുടെ വരുമാന നഷ്ടം പരിഹരിക്കാൻ സർക്കാർ ഒരു ഇടപെടൽ നടത്തണം. അത് കൃത്യമാണ്, നിങ്ങളുടെ ആവശ്യം കറക്റ്റാണ്. സർക്കാർ ഇടപെടൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.